ഈ ലോകം അടക്കി ഭരിക്കാമെന്ന് ട്രംപ് കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രം. റഷ്യയും ചൈനയും ഇറാനും എല്ലാം ഇവിടെ ഉള്ളപ്പോൾ ലോകമടക്കി ഭരിക്കാമെന്നുള്ള വ്യാമോഹം മനസ്സിൽ വെച്ചാൽ മതി. ട്രംപിന്റെ ഈ അടുത്തുള്ള നിലപാടിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി, ബാക്കിയുള്ള രാജ്യത്തേക്ക് തലയിടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ലോകം ഒരൊറ്റ രാജ്യത്തിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന കാലം കഴിഞ്ഞു. ഇത് പല ശക്തികളുള്ള ഒരു ലോകമാണ്. ഡൊണാൾഡ് ട്രംപ് പോലുള്ള നേതാക്കൾ ശക്തമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് രാഷ്ട്രീയ ചൂട് ഉയർത്താൻ സഹായിക്കാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ കാര്യങ്ങൾ അത്ര ലളിതമല്ല. വ്ളാദിമിർ പുടിൻ വ്യക്തമാക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഒരു രാജ്യത്തിന് മാത്രം ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്നും ശക്തമായ ഒരു രാജ്യമാണ്. പക്ഷേ അതിന് വെല്ലുവിളിയായി നിൽക്കുന്ന ശക്തികൾ ഇല്ലെന്ന് പറയാനാവില്ല. ചൈന സാമ്പത്തികമായി വേഗത്തിൽ വളരുന്നു. സാങ്കേതിക രംഗത്തും വലിയ മുന്നേറ്റമാണ്. റഷ്യ സൈനിക ശക്തിയിൽ ഇപ്പോഴും മുൻപന്തിയിലാണ്. ലോക രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ പോലുള്ള രാജ്യങ്ങളും തങ്ങളുടെ നിലപാട് ശക്തമായി നിലനിർത്തുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ന് ലോകം ഒരാളുടെ നിയന്ത്രണം അല്ല, ശക്തികളുടെ തുല്യതയാണ്. ഒരാൾ മുന്നേറുമ്പോൾ മറ്റൊരാൾ ചോദ്യം ചെയ്യും. ഒരാൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറ്റൊരാൾ പ്രതികരിക്കും. ഇതാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം. അമേരിക്കയ്ക്ക് സ്വന്തം പ്രശ്നങ്ങൾ തന്നെ കുറവല്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷങ്ങൾ, ജനങ്ങളുടെ ജീവിത ചെലവ്, ഇവയെല്ലാം പരിഹരിക്കേണ്ട സമയത്ത് ലോകത്തെ നിയന്ത്രിക്കാമെന്ന ആശയം ഉയർത്തുന്നത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കാം. ലോകരാജ്യങ്ങൾ ഇനി പഴയ പോലെ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. ഓരോ രാജ്യവും സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പുടിന്റെ പ്രതികരണം അത്ര ശക്തമായി വന്നത്. ഇത് ഒരാൾക്കെതിരായ വ്യക്തിപരമായ വിമർശനം അല്ല, ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. ലോകം ഒരാളുടേത് അല്ല എന്നുള്ള സന്ദേശം. ഇന്നത്തെ യുവതലമുറയും ഇത് മനസ്സിലാക്കണം. വാർത്തകളിൽ കാണുന്ന ശക്തമായ വാക്കുകൾക്കപ്പുറം ഒരു വലിയ യാഥാർത്ഥ്യം ഉണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര എളുപ്പമല്ല. ശക്തി, സാമ്പത്തികം, സാങ്കേതികവിദ്യ, നയതന്ത്രം എല്ലാം ചേർന്നാണ് ലോകം മുന്നോട്ടു പോകുന്നത്. ഒരു തെറ്റായ നീക്കം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ശക്തി പ്രകടമാക്കുന്നതിനേക്കാൾ സംവാദവും സഹകരണവുമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അല്ലെങ്കിൽ ചെറിയ വാക്കുകൾ പോലും വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകും. അവസാനം നഷ്ടമാകുന്നത് സാധാരണ ജനങ്ങളുടെ സമാധാനമാണ്. അതുകൊണ്ട് ലോകത്തെ ഭരിക്കുക എന്നതല്ല, സമതുലിതമായി നയിക്കുക എന്നതാണ് ഇന്നത്തെ നേതാക്കൾ പഠിക്കേണ്ടത്. ലോകം ഇന്ന് ഒരാളുടെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാവുന്ന സ്ഥിതിയല്ല. അത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല, ഇനി അങ്ങനെ ആകുകയും ഇല്ല. ഒരു രാജ്യം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാമെന്ന് കരുതുന്നത് യാഥാർത്ഥ്യത്തെ തെറ്റായി വായിക്കുന്നതാണ്. ഇന്നത്തെ അന്താരാഷ്ട്ര സംവിധാനം മാറിയിരിക്കുന്നു. ഇത് ഏകധ്രുവ ലോകമല്ല, ബഹുധ്രുവ ലോകമാണ്. ഇവിടെ ശക്തി ഒരിടത്ത് കേന്ദ്രീകരിച്ചിട്ടില്ല, അത് പല പ്രധാന കേന്ദ്രങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്നും ശക്തമായ ഒരു രാജ്യമാണ്. സാമ്പത്തികമായും സൈനികമായും അത് പ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ മറ്റ് ശക്തികളും ലോകത്തിൽ നിലനിൽക്കുന്നു. ചൈന സാമ്പത്തിക രംഗത്ത് വേഗത്തിൽ മുന്നേറുന്നു. വ്യാപാരം, ഉൽപ്പാദനം, സാങ്കേതികവിദ്യ എല്ലായിടത്തും വലിയ സ്വാധീനം ചെലുത്തുന്നു. റഷ്യ സൈനികവും തന്ത്രപരവുമായ രംഗങ്ങളിൽ ഇപ്പോഴും നിർണായക ശക്തിയാണ്. അന്താരാഷ്ട്ര സുരക്ഷാ വിഷയങ്ങളിൽ അതിൻ്റെ പങ്ക് അവഗണിക്കാനാകില്ല. ഇറാൻ പോലുള്ള രാജ്യങ്ങളും തങ്ങളുടെ പ്രാദേശികവും രാഷ്ട്രീയവുമായ നിലപാട് ശക്തമായി നിലനിർത്തുന്നു. ഇവയെല്ലാം ചേർന്നാണ് ഇന്നത്തെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യ ചിത്രം രൂപപ്പെടുന്നത്. ഇവിടെ ഇനി ഒരാൾ മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും മറ്റെല്ലാവരും അനുസരിക്കുകയും ചെയ്യുന്ന കാലം അവസാനിച്ചു. ഇന്ന് ഓരോ രാജ്യത്തിനും സ്വന്തം താൽപ്പര്യങ്ങൾ ഉണ്ട്. സ്വന്തം സുരക്ഷ, സ്വന്തം സാമ്പത്തിക വളർച്ച, സ്വന്തം രാഷ്ട്രീയ നിലപാട്. അവ സംസാരിക്കാൻ അവർ തയ്യാറാണ്. ഇത് മനസ്സിലാക്കാത്തവർക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തെറ്റായ കണക്കുകൂട്ടലുകൾ സംഭവിക്കും. കാരണം ശക്തി ഇന്ന് ഒരു കേന്ദ്രത്തിലല്ല, അത് പല ശക്തി കേന്ദ്രങ്ങളിലായി നിലനിൽക്കുന്നു. ആ ശക്തികളുടെ തുല്യതയാണ് ലോകത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്.
അത് തകരുമ്പോഴാണ് സംഘർഷങ്ങളും അസന്തുലിതാവസ്ഥയും ഉണ്ടാകുന്നത്. റഷ്യയുടെ നിലപാട് എപ്പോഴും വ്യക്തമാണ്. പരസ്പര ബഹുമാനം, തുല്യ പരിഗണന, ഇടപെടൽ ഇല്ലാത്ത സഹവർത്തിത്വം ഇവയാണ് സ്ഥിരതയുള്ള ലോകക്രമത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ ആശയങ്ങൾ മറ്റെല്ലാവരിലും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് കൂടുതൽ പ്രതിരോധം നേടുന്നു. കാരണം ലോകം ഇന്ന് ബന്ധിതമാണ്. സാമ്പത്തികം, വ്യാപാരം, ഊർജം, സാങ്കേതികവിദ്യ എല്ലാം പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഒരു തെറ്റായ നീക്കം പോലും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവസാനം വ്യക്തമാകുന്നത് ഇതാണ്: ലോകം ഒരാളുടേതല്ല, ഇത് പല ശക്തികൾ ചേർന്നാണ് നിലനിർത്തുന്ന ഒരു സമവാക്യമാണ്. ആ സമവാക്യം മനസ്സിലാക്കുന്നവരാണ് ഭാവിയെ നയിക്കുക.